മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണ ദൃശ്യങ്ങൾ ഇന്നലെ വലിയ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കണ്ടത്. വലിയൊരു അപകടം തലനാരിഴയ്ക്കൊഴിവായി എന്ന് വേണമെങ്കിൽ പറയാം. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ദേശീയപാത തകരാൻ കാരണം എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അപകട സാധ്യത മുന്നിൽ കണ്ട് പരാതിയുമായി നിരവധി തവണ അധികൃതരെ അവർ സമീപിച്ചിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല, തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആക്ഷേപം. പിന്നാലെ ഈ അപകടമുണ്ടായതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു. നേരത്തെ തന്നെ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചുകൊണ്ട് അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഇടപെടണം, ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ്, ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന കാര്യം ഉദ്യോഗസ്ഥർക്ക് ഒരു മുന്നറിയിപ്പായി നാട്ടുകാർ നൽകിയതാണ്. പക്ഷേ ആ സമയത്ത് അല്പം സിമൻറ്റുമായി വന്ന് അതിൻ്റെ ഓട്ടയടച്ചു പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള ഇടപെടലും അവർ നടത്തിയില്ല എന്നുള്ളതാണ് ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരാൻ കാരണമായത്. സർവീസ് റോഡിലേക്ക് ദേശീയപാത കുത്തനെ ഇടിഞ്ഞ് താഴ്ന്നതോടുകൂടി ജനരോഷം ഇരമ്പുന്ന കാഴ്ച ഇന്നലെ അവിടെ നമ്മൾ കണ്ടു. ഇന്നലെ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്കൊന്ന് വളരെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 2:15 കൂരിയാട് വയൽ ഭാഗത്തെ സർവീസ് റോഡിലൂടെ കടന്നുപോയ കാറിന് മുകളിലേക്ക് ഇന്റർലോക്ക് കട്ടകൾ ഇടിഞ്ഞു വീണത്. അതിൽ ഈ സിമൻറ്റ് കട്ടകളുണ്ട്, അതുപോലെ മണ്ണുണ്ട്. ഇതൊക്കെ ആ വഴി കടന്നു പോകുകയായിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. ദേശീയപാത 66 കോട്ടക്കലിനും തേഞ്ഞിപ്പാലത്തിനും ഇടയിൽ കൂരിയാട് വയൽ ഭാഗത്താണ് അപകടമുണ്ടായത്. പുതിയ 6 പാതയിൽ കോഴിക്കോട് തൃശ്ശൂർ ദേശീയപാതയിലാണ് ഈ അപകടം നടക്കുന്നത്. ആ റോഡ്, ആ സർവീസ് റോഡ് അതൊക്കെ പ്രേക്ഷകർക്ക് പരിചിതമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. കാരണം വളരെ തിരക്കേറിയ റോഡാണ്. ഈ 6 പാത പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായി സർവീസ് റോഡിലൂടെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. 250 മീറ്ററോളം റോഡും സർവീസ് റോഡും ഇടിഞ്ഞു താഴ്ന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അപകടത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ പോകാവുന്നതായിരുന്നു. പെട്ടെന്നുണ്ടായ അപകടത്തിൽ വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് നമ്മൾ കണ്ടു. 3 വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി. ഈ അപകടം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഈ കാറിലുള്ളവരൊക്കെ ഇറങ്ങി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറിയതിനാൽ ആളപായമൊന്നും ഉണ്ടായില്ല. ഭാഗ്യം കൊണ്ട് മാത്രം ആളപായം ഉണ്ടായില്ല എന്ന് നമുക്ക് പറയാവുന്ന നിലയായിരുന്നു ഇന്നലെ അവിടെ. സർവീസ് റോഡ് തകർന്ന് വലിയ കുഴി രൂപപ്പെടുന്നത് പിന്നീട് പുറത്തു വന്ന ദൃശ്യത്തിൽ നമ്മൾ കണ്ടു. സർവീസ് റോഡിലൂടെ 3 വാഹനങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി. പക്ഷേ വാഹനങ്ങൾക്ക് കേടുപാട് പറ്റുന്നതിലല്ല, ആളുകൾക്ക് അപകടമുണ്ടായില്ല എന്നുള്ള ആശ്വാസം നമുക്ക് കാണാം. പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നു. അവർ ഇപ്പോഴും പറയുന്നത് ഇനിയും അവിടെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഇനിയെങ്കിലും അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തണം, എന്താണ് സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടത് അതവിടെ ചെയ്യണം എന്നുള്ള കാര്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. തൃശ്ശൂർ ഭാഗത്തേക്കുള്ള റോഡാണ് ഇടിഞ്ഞു താഴ്ന്നത്. വലിയ തിരക്കേറിയ റോഡ്, വലിയ വാഹനങ്ങളടക്കം കടന്നു പോകുന്ന റോഡ്. അവിടെ ഇങ്ങനെ ഒരു അപകടം അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വേണ്ട ജാഗ്രത അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു. കോഴിക്കോട് ഭാഗത്തേക്കുള്ള റോഡിൽ വ്യാപകമായ വിള്ളൽ രൂപപ്പെട്ടു. അതിൻ്റെ ഭാഗമായി ഗതാഗതക്കുരുക്കടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായി. നിർമ്മാണം പൂർത്തിയാക്കാൻ 11 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഈ അപകടം ഉണ്ടായത്. ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ ദേശീയപാത വികസനം അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ഈ പ്രത്യേക സാഹചര്യം, ഈ വിഷയം, ഈ അപകടമുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പരിശോധിക്കും, ദേശീയപാത അതോറിറ്റിയുമായി അടക്കം സംസാരിച്ച് അവിടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നടപടികൾ ഉണ്ടാകട്ടെ, ആളുകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയട്ടെ, ഇപ്പോഴുള്ള അവരുടെ ആശങ്ക ഇല്ലാതാവുകയും ചെയ്യട്ടെ.